ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിളിലെ പുരുഷ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന ബൈബിളിലെ ദൈവത്തിൻ്റെ മഹാരഥന്മാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് പ്രത്യേകമായി ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കരുത്തുറ്റ പ്രവാചകനായിരുന്ന മോശയെക്കുറിച്ചാണ്. ഈജിപ്തിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ശക്തനായ ദൈവിക മനുഷ്യനായിരുന്നു മോശ. ജോസഫ് ഈജിപ്തിലേക്ക് കടന്നു വന്ന് ഈജിപ്തിനുമേലുണ്ടായിരുന്ന വരൾച്ചയുടെയും കഠിന വറുതിയുടെയും കാലഘട്ടത്തെ അതിജീവിക്കുവാനായിട്ട് ഈജിപ്തുകാരെ സഹായിച്ചതിൻ്റെ പേരിൽ ജോസഫ് അവർക്ക് പ്രിയപ്പെട്ടവനായി തീരുകയും അങ്ങനെ ജോസഫിനെയും തൻ്റെ സഹോദരങ്ങളെയും ജോസഫിൻ്റെ പിതാവായ യാക്കോബിനെയും ഈജിപ്തുകാർ സ്വീകരിക്കുകയും ഈജിപ്തിൽ വലിയ ഒരു സ്ഥാനം അവർക്ക് നൽകുകയും ചെയ്തു. ജോസഫിനെക്കുറിച്ച് അറിയാത്ത രാജാക്കന്മാർ ഈജിപ്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഹെബ്രായർക്ക് വലിയ ബുദ്ധിമുട്ട് ഈജിപ്തിൽ ഉണ്ടാകുന്നത്. ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ രാജാവും മന്ത്രിമാരും ഇപ്രകാരം സംസാരിച്ചു: നോക്കൂ, ഹെബ്രായക്കാർ നമ്മളെക്കാൾ അധികമായിട്ട് വളർന്ന് വലുതാവുകയാണ്. ഇങ്ങനെ പോയാൽ ഈ ജനത നമ്മുടെ ദേശം കീഴടക്കുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഹെബ്രായ ജനത്തോട് വെറുപ്പും വിദ്വേഷവും രാജാവിൻ്റെയും മന്ത്രിമാരുടെയും ഇടയിൽ രൂപപ്പെട്ടു. അത് അവർ ജനങ്ങളിലേക്കും പ്രചരിപ്പിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ഹെബ്രായ ജനത്തെ പീഡിപ്പിക്കുവാനായിട്ട് രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ ഏറെ പീഡനത്തിൻ്റെയും വേദനയുടെയും അസ്വസ്ഥതയുടെയും നടുവിലൂടെ ഈജിപ്തിൽ ജോസഫിൻ്റെ ഇളം തലമുറക്കാർ ജീവിക്കുകയാണ്. എന്നാൽ രാജാവ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: എത്രമേൽ ഇവരെ പീഡിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുവോ അത്രമേൽ ഇവർ വർദ്ധിച്ച് പെരുകുകയാണ്. പീഡിപ്പിക്കും തോറും ഈ ജനത വളരുകയാണ്. ഇത് കണ്ടിട്ട് ഈ ജനതയെ ഇല്ലാതാക്കുവാനായിട്ട് രാജാവ് ഒരു പുതിയ തീരുമാനമെടുത്തു. ഹെബ്രായർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുക. രാജാവിൻ്റെ ഈ കൽപ്പന പടയാളികൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരു സമയത്താണ് മോശ ജനിക്കുന്നത്. ഹെബ്രായ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി മോശ ജനിക്കുമ്പോൾ ഈ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ 3 മാസം രഹസ്യത്തിൽ വളർത്തുകയാണ് ചെയ്യുന്നത്. 3 മാസത്തിലധികം രഹസ്യത്തിൽ വളർത്തുന്ന മോശയെ സംരക്ഷിക്കുവാനായിട്ട് അവർ ഒരു ഉപാധി കണ്ടെത്തുകയാണ്. അങ്ങനെ ഞാങ്ങണ കൊണ്ട് ഒരു പേടകം ഉണ്ടാക്കി കീലും മണ്ണും തേച്ച് അടച്ച് ഈ പേടകത്തിൽ മോശയെ അവർ നദിയിലൂടെ ഒഴുക്കിവിട്ടു. അങ്ങനെ നദിയുടെ തീരത്ത് ഈ പേടകം അടിഞ്ഞു കിടക്കുമ്പോൾ കുളിക്കുവാനായിട്ട് ഫറവോ രാജാവിൻ്റെ മകൾ വരികയാണ്. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഈ കുട്ടിയെ ഫറവോ രാജാവിൻ്റെ മകൾ എടുത്തു. അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹെബ്രായ കുഞ്ഞാണെന്ന് അവൾക്ക് മനസ്സിലായി. കാണുവാൻ വളരെ മനോഹാരിതയുള്ള ഈ കുഞ്ഞിനെ സ്വന്തം മകനായിട്ട് വളർത്തുവാൻ ഫറവോയുടെ മകൾ തീരുമാനിച്ചു. മോശയുടെ സഹോദരിയായ മിറിയം ഫറവോയുടെ മകളുടെ അടുത്ത് വന്ന് പറഞ്ഞു: ഈ കുഞ്ഞിനെ പരിപാലിക്കുവാനും പാലൂട്ടുവാനും ഒരു അമ്മയെ ഞാൻ നിനക്ക് തരാം. അങ്ങനെ മോശയുടെ തന്നെ അമ്മയുടെ കരങ്ങളിൽ മോശ തിരിച്ചെത്തുകയാണ്. മോശയുടെ അമ്മ മോശയെ പരിപാലിച്ച് വളർത്തി ഫറവോയുടെ രാജകൊട്ടാരത്തിൽ ഏറെ സന്തോഷത്തോടെയും ഏറെ സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും മോശ ജീവിച്ചു. വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന് അർത്ഥം വരുന്ന മോശ എന്ന പേര് അവന് നൽകപ്പെടുകയും ചെയ്തു. ഫറവോയുടെ ചെറുമകനായിട്ട്, മകളുടെ മകനായിട്ട് രാജകൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും തൻ്റെ സഹോദരങ്ങളായ ഹെബ്രായരെക്കുറിച്ചായിരുന്നു മോശ ഏറെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തൻ്റെ ജനൽ കവാടത്തിലൂടെ മോശ നോക്കുമ്പോൾ 2 പേർ വഴക്കുണ്ടാക്കുന്നതായിട്ട് കണ്ടു. ഒരു ഈജിപ്തുകാരനും ഒരു ഹെബ്രായക്കാരനും. ഇത് കണ്ടിട്ട്
മോശ ചെന്ന് ഹെബ്രായക്കാരനെ സഹായിക്കുകയും ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. മോശയുടെ അടികൊണ്ട് ഈജിപ്തുകാരൻ മരിച്ചു. താൻ കൊല ചെയ്ത ഈജിപ്തുകാരനെ മണ്ണിൽ മറവ് ചെയ്തിട്ട് മോശ രാജകൊട്ടാരത്തിലേക്ക് തിരികെ പോയി. പിന്നീട് ഒരു ദിവസം മോശ നോക്കുമ്പോൾ 2 ഹെബ്രായർ തമ്മിൽ വഴക്കുണ്ടാകുന്നത് കണ്ടു. മോശ ഇവരുടെ മുന്നിൽ വന്ന് മാധ്യസ്ഥം പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നമ്മളൊരു ജനതയല്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ആ ഹെബ്രായക്കാർ മോശയോട് ചോദിച്ചു, നിന്നെ ആരാണ് ഞങ്ങളുടെ മേൽനോട്ടക്കാരനായി നിയമിച്ചത്? കഴിഞ്ഞ ദിവസം ആ ഈജിപ്തുകാരനെ കൊന്നുകളഞ്ഞതുപോലെ ഞങ്ങളെയും കൊല്ലുവാനാണോ നീ വന്നിരിക്കുന്നത്? ഇത് കേട്ട് മോശ വളരെ ഭയന്നുപോയി. കാരണം താനൊരു ഈജിപ്തുകാരനെ കൊന്നു എന്ന് ഫറവോ രാജാവ് അറിഞ്ഞാൽ തന്നെ വധിക്കും എന്ന് മോശയ്ക്ക് അറിയാം. രാജാവ് ഈ കാര്യം അറിഞ്ഞിട്ട് മോശയെ വധിക്കുവാനായിട്ട് ഉത്തരവിടുന്നത് അനുസരിച്ച് മോശ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 40 വർഷം മരുഭൂമിയിൽ മോശ ജീവിതം ചെലവിടുകയാണ് ചെയ്യുന്നത്. മരുഭൂമിയുടെ ഊഷരതയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ജെത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ച് മോശ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് കത്തിയെരിയുന്ന മുൾപ്പടർപ്പിൽ ഹോറേബ് മലയിൽ വെച്ച് മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. തൻ്റെ ആടുമാടുകളെ മേയിച്ച് മോശ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച മോശ കാണുകയാണ്. ഹോറേബ് മലയിൽ ഒരു മുൾച്ചെടി കത്തുന്നു. എന്നാൽ അതിൻ്റെ ഇലകൾ എരിഞ്ഞു തീരുന്നില്ല. പക്ഷേ ആ മുൾപ്പടർപ്പിൽ തീ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. വളരെ അത്ഭുതകരമായ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഈ മുൾപ്പടർപ്പിനെ മോശ സമീപിക്കുമ്പോൾ ആ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതിനാൽ നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ പാദരക്ഷകൾ അഴിച്ചു മാറ്റി. ദൈവം മോശയോട് സംസാരിക്കുകയും ഇസ്രായേൽ ജനത്തിൻ്റെ, ഹെബ്രായ ജനത്തിൻ്റെ വിമോചകനായിട്ട് മോശയെ നിയമിക്കുകയും ചെയ്തു. മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് മോശയോട് ദൈവം അരുളി ചെയ്തു. മോശ ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും ദൈവം പറഞ്ഞു, എന്നെ കാണുന്ന നിമിഷം നീ മരിക്കും. അങ്ങനെ ദൈവത്തോട് സംഭാഷണം നടത്തിക്കൊണ്ട് ഹെബ്രായ ജനത്തിൻ്റെ വിമോചകനായിട്ട് ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാര പാഠവുമില്ല. മാത്രമല്ല അവരെന്നെ അംഗീകരിക്കില്ല, അവരെന്നെ ഉൾക്കൊള്ളുകയില്ല. ദൈവം കൊടുത്ത ഈ നിയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് മോശ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ദൈവം മോശയോട് പറയുകയാണ്, ഹെബ്രായ ജനത്തിൻ്റെ നിലവിളി എൻ്റെ കാതുകളിൽ വന്ന് പതിക്കുന്നുണ്ട്. അതിനാൽ എൻ്റെ ജനത്തെ വിമോചിക്കാനായിട്ട്, എൻ്റെ ജനത്തെ രക്ഷിക്കാനായിട്ട് നീ പോകണം. മോശ ഒഴിഞ്ഞു മാറുന്നതനുസരിച്ച് യഹോവയായ ദൈവം മോശയുടെ സഹോദരനായ അഹറോനെ കൂടി മോശയുടെ സഹായത്തിന് നൽകുകയാണ്. അങ്ങനെ തൻ്റെ സഹോദരനായ അഹറോനെയും കൂട്ടി തനിക്ക് ലഭിച്ച ദൈവനിയോഗത്തെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് മോശ തയ്യാറായി. മോശ ഫറവോ രാജാവിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവിടുത്തെ ജനതയെ നീ വിട്ടു നൽകണം. എന്നാൽ ദൈവം ഫറവോ രാജാവിൻ്റെ ഹൃദയത്തെ കഠിനമാക്കുകയും ദൈവീക ഹിതത്തെ നിരാകരിക്കുന്നതിന് ഫറവോ തയ്യാറാവുകയും ചെയ്തു. മോശ ഫറവോയുടെ മുന്നിൽ പോയി ദൈവജനത്തെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു തരത്തിലും അത് അംഗീകരിക്കുവാനായിട്ട് ഫറവോയ്ക്ക് സാധിക്കുന്നില്ല. മോശ തൻ്റെ വടി താഴെയിട്ട് പാമ്പാക്കുകയും ആ പാമ്പിനെ കയ്യിലെടുത്ത് അത് വടിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്നും ദൈവികമായിട്ടുള്ള ചില ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിലുണ്ടെന്നും മോശ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഫറവോ രാജാവ് ഇസ്രായേൽ ജനത്തെ, ഹെബ്രായ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിമോചിക്കാനായിട്ട് എന്നിട്ടും തയ്യാറാകുന്നില്ല. അങ്ങനെ 10 അടയാളങ്ങളിലൂടെ അത്ഭുതകരമായിട്ട് ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഹെബ്രായ ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. 10 അടയാളങ്ങൾ മോശയുടെ കരങ്ങളിലൂടെ ഫറവോ രാജാവിൻ്റെ മുന്നിൽ ദൈവം പ്രവർത്തിച്ചു. 9 അടയാളങ്ങളിലും ഫറവോ ജനത്തെ വിടുവാനായി തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം ഫറവോയുടെ മനസ്സ് മാറി. ഏറ്റവും അവസാനത്തെ അടയാളമായി ദൈവം മോശയോട് അരുളി ചെയ്തത് ഈജിപ്തിലെ ആദിജാതന്മാരെ കൊന്നുകളയും എന്നുള്ളതായിരുന്നു. ഇത് വളരെ അസഹനീയമായിരുന്നു ഫറവോയ്ക്ക്.
ഈജിപ്തിലെ ആദിജാതന്മാരുടെ അവരുടെ മാതാപിതാക്കളുടെ നിലവിളി കേട്ടിട്ട് അടിമത്വത്തിൽ നിന്ന് ഹെബ്രായ ജനത്തെ ഫറവോ വിടുവിച്ചു. അങ്ങനെ ദൈവം നൽകിയ മോചനം, ദൈവം നൽകിയ സ്വാതന്ത്ര്യം സ്വീകരിച്ചുകൊണ്ട് ഈജിപ്ത് ദേശത്ത് നിന്ന് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് ഹെബ്രായ ജനം യാത്ര തിരിക്കുകയാണ്. ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്ന വഴിയിൽ ചെങ്കടൽ ഇങ്ങനെ പ്രതിബന്ധമായി നിൽക്കുകയാണ്. പെട്ടെന്ന് ഫറവോ രാജാവ് തൻ്റെ സൈന്യത്തെ വിളിച്ചിട്ട് ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇസ്രായേൽ ജനം ഇപ്പോൾ ചെങ്കടലിൻ്റെ മുന്നിൽ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. തൊട്ടുപിന്നിൽ ഫറവോയുടെ സൈന്യവുമുണ്ട്. ദൈവം മോശയോട് അരുളി ചെയ്തു, ചെങ്കടലിന് നേരെ കരങ്ങൾ നീട്ടുക. മോശ അങ്ങനെ ചെങ്കടലിന് നേരെ കരങ്ങൾ നീട്ടി. ചെങ്കടൽ രണ്ടായി പിളർന്നു. വരണ്ട സ്ഥലത്തുകൂടി ഇസ്രായേൽ ജനം മറുകരയിലെത്തി. ഫറവോയുടെ സൈന്യത്തെ അങ്ങനെ നടുക്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞു. പിന്നീട് ഇവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലയേണ്ടി വരികയാണ്. മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും അവർ വല്ലാണ്ട് പിറുപിറുത്തു. അവർ ഭക്ഷണത്തിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു, വെള്ളത്തിനു വേണ്ടി ബഹളം വെച്ചു. അങ്ങനെ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായിട്ടും ഇസ്രായേൽ ജനം സംസാരിച്ചതിൻ്റെയും പെരുമാറിയതിൻ്റെയും ഒക്കെ പരിണിത ഫലമായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് എത്തുവാൻ ഏറെ വർഷങ്ങൾ അവർക്ക് വേണ്ടി വരുന്നു. എന്നാൽ വളരെ ക്ഷമയോടെ, വളരെ സ്നേഹത്തോടെ, നേതൃപാടവത്തിൻ്റെ നന്മയിൽ മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു. ഇസ്രായേൽ ജനത്തിന് കൽപ്പന നൽകുവാനായിട്ട് ദൈവം മോശയെ സീനായി മലയിലേക്ക് വിളിച്ച് 10 പ്രമാണങ്ങൾ മോശയുടെ കരങ്ങളിൽ നൽകി. മോശ 10 പ്രമാണങ്ങളുമായി തിരികെ വരുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ട് മോശയ്ക്ക് ഏറെ ദേഷ്യവും വേദനയും തോന്നി. ആ 10 പ്രമാണങ്ങളുടെ കൽപ്പലകകൾ മോശ എറിഞ്ഞുടയ്ക്കുന്നുണ്ടെങ്കിലും വീണ്ടും ദൈവം മോശയെ വിളിച്ച് ആ കൽപ്പലകകൾ നൽകി. അങ്ങനെ യഹോവയായ ദൈവം നൽകിയ കൽപ്പനകളിലൂടെ, പ്രമാണങ്ങളിലൂടെ, ചട്ടങ്ങളിലൂടെ ഇസ്രായേൽ ജനം ഒരു ജനതയായിട്ട് രൂപപ്പെട്ടുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് നീങ്ങുകയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചു. അവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മോശയോട് അരുളി ചെയ്ത പ്രകാരം അവിടുന്ന് അവരെ സഹായിച്ചു. ആകാശത്ത് നിന്ന് മന്നയും കാടപ്പക്ഷിയും അവർക്ക് നൽകി. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാറയിൽ അടിക്കുക, അപ്പോൾ വെള്ളം വരുമെന്ന് മോശയോട് അവിടുന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം കടന്നുപോയിട്ടുള്ള യുദ്ധമുഖത്ത് എപ്പോഴൊക്കെ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നുവോ അപ്പോഴൊക്കെ അവർ വിജയിച്ചു. എപ്പോഴൊക്കെ മോശയുടെ കരം താഴ്ന്നു പോയോ അപ്പോഴൊക്കെ അവർ പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മോശ എന്ന കരുത്തുറ്റ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം വിമോചിപ്പിച്ച് വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ മോശയ്ക്ക് ചെറിയ ഒരു ആശങ്കയും അസ്വസ്ഥതയും ഒക്കെ രൂപപ്പെട്ടു. മോശയോട് ദൈവം പാറയിൽ കരം നീട്ടി അടിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ദേഷ്യത്തോടെ പിറുപിറുത്തു. തൽഫലമായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചില്ല. മറിച്ച് നെബോ മലയിലേക്ക് മോശയെ കൂട്ടിക്കൊണ്ടുവന്ന് കാനാൻ ദേശം ആ മലയിൽ നിന്ന് ഉറ്റുനോക്കുവാനായിട്ട് മാത്രമാണ് ദൈവം അനുവദിച്ചത്. അങ്ങനെ തൻ്റെ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം നെബോ മലയിൽ വെച്ച് മോശ കാണുകയും മോശ മരിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ കരുത്തുറ്റ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ ജീവിതം ഏറെ സംഭവ ബഹുലമായിരുന്നു. ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവ ജനത്തിനു വേണ്ടി ദൈവ തിരുമുൻപിൽ പ്രവർത്തിക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ടവനായിരുന്നു മോശ. മോശയുടെ ജീവിതത്തിൻ്റെ ആരംഭം നമുക്കറിയാം. കൊല ചെയ്യപ്പെടേണ്ടിയിരുന്ന ബാലൻ രാജകൊട്ടാരത്തിൽ വളരുകയാണ് ചെയ്യുന്നത്. രാജകൊട്ടാരത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന മോശ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ മരുഭൂമിയുടെ കഷ്ടപ്പാടിലേക്കും മരുഭൂമിയുടെ ഊഷരതയിലേക്കും വലിച്ചെറിയപ്പെടുകയാണ്. ഈ മരുഭൂമിയിൽ അവൻ്റെ കഷ്ടപ്പാടിൻ്റെയും അവൻ്റെ സഹനത്തിൻ്റെയും അവൻ്റെ പ്രയാസത്തിൻ്റെയും നടുവിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവം അവനു വേണ്ടി കരുതി വച്ചിരുന്ന നിയോഗം അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മരുഭൂമിയുടെ ഒറ്റപ്പെടലിൽ നിന്നും മരുഭൂമിയുടെ ഏകാന്തതയിൽ നിന്നും അവൻ വരുന്നത് ഒരു ജനതയുടെ വിമോചകനായിട്ടാണ്. അങ്ങനെ ആ ജനതയെ നയിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുത്തതിൻ്റെ പേരിൽ ആ ജനതയോട് അവന് കലഹിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും ആ ജനതയെ കൈവിടാതെ അവൻ
ദൈവം പറഞ്ഞതുപോലെ അവരെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല സാഹചര്യങ്ങളും പല സംഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് മോശയുടെ ജീവിതത്തിൽ വന്ന മാറ്റം? മോശ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്താൽ വലിയ കൃപ നേടിയവനായിരുന്നു. മോശ ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടിയത് ഫറവോ രാജാവ് തന്നെ കൊന്നുകളയും എന്ന് പേടിച്ചായിരുന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയ മോശ തിരികെ വന്ന് അതേ ഫറവോ രാജാവിനെ വെല്ലുവിളിക്കുകയാണ്. എവിടെ നിന്ന് താൻ ഭയന്ന് ഒളിച്ചോടിയോ ആ സ്ഥലത്തേക്ക് ഏറെ ധൈര്യത്തോടെ മോശ തിരികെ വരികയാണ്. ആരുടെ മുൻപിൽ ഒരക്ഷരം പോലും സംസാരിക്കുവാൻ, ആരുടെ മുൻപിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ മോശ മാറി നിന്നുവോ ആ സ്ഥലത്ത് മോശ ധൈര്യപൂർവ്വം സംസാരിക്കാനായിട്ട് തിരികെ വരികയാണ്. അപ്പോൾ മോശയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തിരഞ്ഞെടുപ്പുകളും ചില നിയോഗങ്ങളും നൽകിയിട്ടുണ്ട്. ആ നിയോഗങ്ങളിൽ എത്തുവാനായിട്ട് നമ്മൾ സഹകരിച്ചാൽ ദൈവം ആ നിയോഗങ്ങളിൽ നമ്മെ എത്തിക്കും. ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ നിന്ന് മോശയെ മരുഭൂമിയിൽ എത്തിച്ചത് ഇസ്രായേലിൻ്റെ പ്രവാചകനും ഇസ്രായേലിൻ്റെ വിമോചകനും ആക്കാനായിരുന്നു. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലും ഒരുപക്ഷെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മൾ കടന്നു ചെന്നേക്കാം. ഈ ഉയർച്ചയിൽ നിന്ന് വീണ്ടും താഴ്ചയിലേക്ക് നമ്മൾ വീണേക്കാം. ഈ താഴ്ചയിൽ നിന്ന് നമ്മൾ ദൈവത്തെ കണ്ടെത്തി വീണ്ടും ഉയരുകയാണ് ചെയ്യുന്നത്. മോശയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് തനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു മനുഷ്യനായിരുന്നു മോശ. കരമുയർത്തിയപ്പോഴൊക്കെ മോശയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കരമുയർത്തിയപ്പോഴൊക്കെ മോശയ്ക്ക് വേണ്ടി ദൈവം അടയാളങ്ങൾ പ്രവർത്തിച്ചു. മുട്ടുകുത്തിയപ്പോഴൊക്കെ മോശയെ ഉപേക്ഷിക്കാതെ അവൻ്റെ കണ്ണീര് ദൈവം കണ്ടു. എപ്പോഴൊക്കെ മോശയുടെ മനസ്സ് തളർന്നു പോയോ അപ്പോഴൊക്കെ മോശയെ ദൈവം ബലപ്പെടുത്തി. മോശ പറഞ്ഞു, എനിക്ക് സംസാര പാടവുമില്ല, ഞാൻ വിക്കനാണ്. അപ്പോൾ സഹായിക്കാനായിട്ട് തൻ്റെ സഹോദരനായ അഹറോനെ നൽകി. അപ്പോൾ വേണ്ട സമയത്ത് മോശയെ ബലപ്പെടുത്താനായി സഹായിക്കാനായി വ്യക്തികളെ നൽകി, അടയാളങ്ങൾ നൽകി, അവൻ ആത്മീയ വരങ്ങൾ നൽകി, ആത്മീയ ദാനങ്ങൾ നൽകി. അവൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം പ്രവർത്തിച്ചു. മോശയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ അവന് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. രാജകൊട്ടാരത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചപ്പോഴല്ല മോശ ദൈവത്തെ കണ്ടുമുട്ടിയത്, മറിച്ച് മരുഭൂമിയുടെ ഊഷരതയിലും മരുഭൂമിയുടെ പട്ടിണിയിലും മരുഭൂമിയുടെ പ്രയാസത്തിലുമാണ് മോശ ദൈവത്തെ കണ്ടുമുട്ടിയത്. രണ്ടാമത്തെ കാര്യം, ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന മോശയുടെ ജീവിതത്തിൻ്റെ നന്മ എന്തായിരുന്നു? മോശയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തൻ്റെ ജീവിത അവസാനം വരെ ആ കൊട്ടാരത്തിൽ അവന് ജീവിക്കാമായിരുന്നു. എങ്കിലും തൻ്റെ സഹോദരങ്ങളുടെ കഷ്ടപ്പാടും തൻ്റെ സഹോദരങ്ങളുടെ കണ്ണീരും തൻ്റെ സഹോദരങ്ങളുടെ ദുർവിധിയും മോശയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് മോശ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പേരില്ലേ? നമ്മളേറെ സന്തോഷത്തിലും നമ്മളേറെ സമാധാനത്തിലും നമ്മൾ സമ്പത്തിൻ്റെ ഒക്കെ നടുവിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. നമ്മൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ലഭിക്കാത്തവർ, നല്ല വസ്ത്രമില്ലാത്തവർ, പാർപ്പിടമില്ലാത്തവർ, നല്ല ഭക്ഷണമില്ലാത്തവർ. 3 നേരം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണമില്ലാതെ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്തവരുണ്ട്. നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ നഗ്നത മറയ്ക്കുവാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. AC മുറിയിൽ പട്ട് വിരിച്ച മെത്തകളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ സ്ഥലമില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ നമുക്ക് സമ്പത്തുള്ളത് നമ്മുടെ തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സമ്പത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോൾ താഴെ തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി, ഒരു വസ്ത്രത്തിനു വേണ്ടി, ഒന്നുറങ്ങുവാൻ ഒരു പാർപ്പിടം അന്വേഷിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ കണ്ണെത്തണം. അവരുടെ ഹൃദയങ്ങളിലേക്കും അവരുടെ നൊമ്പരങ്ങളിലേക്കും നമ്മളൊന്ന് നോക്കണമെന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് ഹെബ്രായരെ സഹായിക്കുവാനായി ഇറങ്ങി വരുന്ന മോശ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട്, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സഹനത്തിൻ്റെ അനുഭവങ്ങളെ അത് ദൈവത്തോട് ചേർന്ന് നിന്ന്
ദൈവീക സഹനമായിട്ട് ഏറ്റെടുക്കാനായിട്ട് പറ്റണമെന്ന് മോശ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, എത്ര ദൈവാനുഭവം ഉണ്ടായിട്ടും മോശ പലപ്പോഴും ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുമ്പോൾ ദൈവത്തിനെതിരെയും പിറുപിറുക്കുന്നുണ്ട്. തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് മോശയ്ക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ്. നമ്മൾ എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര ദൈവിക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്രമേൽ ദൈവിക അടയാളങ്ങൾ നമ്മൾ കണ്ടാലും, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ സംശയിക്കും. എത്രമേൽ ദൈവം നമ്മോട് ചേർന്ന് നിന്നാലും ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ദൈവം കൂടെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ മോശയുടെ ജീവിതം നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള സംശയത്തിനോ അങ്ങനെയുള്ള ചില പരിവേദനങ്ങൾക്കോ ജീവിതത്തിൽ സ്ഥാനമില്ല. കാരണം ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ച് വേർതിരിച്ച് നിയോഗങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്നതിന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകും. എനിക്കേറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മോശയ്ക്ക് കാനാൻ ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. കാരണം മോശ ചെയ്ത ഒരൊറ്റ തെറ്റാണ്. പാറയിൽ അടിക്ക് വെള്ളം വരും എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. മോശ ഒന്ന് സംശയിച്ചു. ഒരുപക്ഷെ എത്രമേൽ കഷ്ടപ്പെട്ട വ്യക്തിയാണ് മോശ, എത്രമേൽ ദൈവത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് മോശ. ജീവിതത്തിൻ്റെ ഒരു സംശയം, ജീവിതത്തിൽ തോന്നിയ ഒരു മടുപ്പ് മോശയെ കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ എത്രമേൽ ആത്മീയരായിട്ട് നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രമേൽ ആത്മീയ അനുഭവങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞാലും, ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകൾ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ അത് വലിയ തകർച്ചകളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതം ധ്യാനിക്കുകയും മോശയുടെ ജീവിതം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം, നമ്മളും വിമോചകരാണ്. ആരുടെ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭർത്താവാകാം, നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ മക്കളാകാം. ഇവരുടെയൊക്കെ വിമോചകരായിട്ട് നിലനിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ അയൽക്കാരാകാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരാകാം, നമ്മുടെ ബന്ധുമിത്രാദികളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം. ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ അടിമത്വങ്ങളിൽ കഴിയുന്നവരാകാം. തഴക്കദോഷത്തിൻ്റെ അടിമത്വം, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്വങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങളുടെ അടിമത്വങ്ങൾ, കൽപ്പന ലംഘനങ്ങളുടെ അടിമത്വങ്ങൾ, പൈശാചിക ബന്ധനങ്ങളുടെ അടിമത്വങ്ങൾ, അങ്ങനെ ഒരുപാട് അടിമത്വത്തിൽ ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന, ഭാരപ്പെടുന്ന അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെ വിടുവിക്കുക, അവരെ വിമോചിക്കുക, അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക എന്ന ഒരു വിളി കൂടി നമുക്കുണ്ട്. അപ്പോൾ മോശയെപ്പോലെ ദൈവജനത്തിൻ്റെ വിമോചകരായി മാറുവാൻ, മോശയെപ്പോലെ ദൈവത്തെ സ്നേഹിച്ച് സഹനങ്ങളിൽ ദൈവത്തെ കണ്ടെത്തി ദൈവിക നന്മകളെ ലോകത്തോട് പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എവിടെ തോറ്റുപോയാലും, എവിടെ വീണുപോയാലും, ആ തോറ്റുപോകുന്നിടത്ത്, ആ വീണുപോകുന്നിടത്ത് പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി ആ സാഹചര്യത്തെയും ആ വ്യക്തികളെയും സംഭവങ്ങളെയും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ വളർത്തും എന്ന് മോശയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രയാസപ്പെടരുത്, ഭാരപ്പെടരുത്, തോറ്റുപോയി എന്ന് തോന്നരുത്. എവിടെ വീണുപോയാലും, എവിടെ തകർന്നു പോയാലും, എവിടെ തളർന്നു പോയാലും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വീഴ്ചകളിലും പ്രയാസങ്ങളിലും ആ തോൽവികളിലും ആ തകർച്ചകളിലും ഒക്കെ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.